ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പം നമ്മളെ കുട്ടികൾക്കൊന്നും ഇപ്പോൾ കിച്ചണിൽ കയറിയിട്ടൊന്നും ഒരു പരിചയം ഉണ്ടായില്ല. നമ്മളെപ്പോലെ ആരും പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. ആദ്യമൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഫസ്റ്റ് സ്കൂൾ വിട്ട് വന്നപാട് അടുക്കളയിൽ എന്താ കഴുകി വെക്കാനുള്ള എന്താ പണിയുള്ളത് നോക്കി നിൽക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ആ ഭാഗത്ത് വരൂലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടി വി ഫോണെല്ലാം അതന്നെയല്ലേ പണി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് കിച്ചണിലെ ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ഏതെങ്കിലും കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചു. അല്ലാതെ വെറുതെ ചോറും കറിയും ഉണ്ടാക്കിയിട്ട് അത് കാണിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. നമ്മൾ കിച്ചണിൽ ആദ്യം എന്താണോ സ്റ്റെപ്പ് എന്നല്ലേ കുട്ടികളല്ല, ഇപ്പോഴത്തെ വലിയവർക്കും അതൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. നമ്മളെപ്പോലെ അടുക്കളയിലൊന്നും ഇപ്പോൾ ആരും കയറൂലല്ലോ. നമുക്ക് ജീവിതം തന്നെ അടുക്കളയല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ചിക്കൻ കഴുകുന്ന കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മക്കൾക്ക് ചിക്കൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അവർക്ക് ചിക്കൻ തിന്നാൻ കൊതി വന്നാൽ എന്താ ചെയ്യുക? നമ്മളൊരു ദിവസം വീട്ടിലില്ലെങ്കിൽ എന്താ ചെയ്യുക അമ്മമാർ? അപ്പം നമുക്ക് ആദ്യം ചിക്കൻ കഴുകുന്ന പഠിപ്പിച്ചു കൊടുക്കാം. അപ്പം നമുക്കൊരു ചിക്കൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ കവറൊക്കെ കഴിച്ച് നമുക്ക് ആദ്യം തൊടുമ്പോൾ കുട്ടിയൊക്കെ എന്തോ പോലെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നോക്കാൻ പാടില്ല. നമ്മളത് കവറിന്ന് കഴിച്ച് അപ്പോൾ അത് ചിലപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിരിക്കും ഉണ്ടാവാൻ. അത് ചെറിയ ചെറിയ കഷ്ണമാക്കണം. നമ്മൾ അതിൻ്റെ മുകളിലത്തെ ആദ്യം രക്തവും അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പാട പോലത്തെ സാധനമെല്ലാം നല്ലോണം ക്ലീനാക്കണം. പിന്നെ അത് ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിക്കണം. കണ്ടില്ലേ, ചെറിയ ചെറിയ പാട പോലത്തെ. പിന്നെ ചില ചിക്കൻ്റെ കാലുമ്മൽ കാണലില്ലേ, രോമം ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം എനിക്ക് ചില വീട്ടിലെല്ലാം പോയാൽ കാണാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ തൂവലിൻ്റെ ചെറിയ കുഞ്ഞ് കാണലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ നമ്മളെ കുട്ടികളോടും ഇനി കഴുകാൻ അറിയില്ലാത്ത വലിയവരോടും പറഞ്ഞു കൊടുക്കണം. ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ജോലി കിട്ടുമല്ലോ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളിതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇത് ചെയ്തിട്ട് പോകണം. ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ സാവധാനം ചെയ്താൽ മതി. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആദ്യം ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ലാണ്ട് കുറേ ചോറും കറിയും ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ നമ്മൾ എന്നെപ്പോലെ ഫസ്റ്റ് വേഗം ക്ലീനാക്കി പഠിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിച്ച് വാരി തുടച്ച് തിരുമ്പി, അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഭക്ഷണം പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത് അടിച്ച് വാരി ക്ലീനാക്കുന്നതാണ്. ആദ്യം നമ്മൾ അവരെ ബെഡ് ക്ലീനാക്കി പഠിപ്പിക്കാം. ഞാനൊക്കെ ചെറുതിൽ ഞാൻ എണീറ്റ ഉടനെ തന്നെ എൻ്റെ ബെഡ് ക്ലീനാക്കും. പിന്നെ ഉമ്മാക്ക് രാവിലെ തന്നെ അടിച്ച് വാരി കൊടുക്കും. അതൊക്കെ എനിക്കിപ്പം നല്ലൊരു ഓർമ്മയാണ്. എൻ്റെ ഉമ്മ ആദ്യം പറയാൻ എനിക്ക് തമാശ പോലെ തോന്നുന്നത്, എൻ്റെ ഉമ്മനൊക്കെ ആദ്യം ഒരു സമാധാനം തരൂലേനു. അത് ചെയ്യ്, ഇത് ചെയ്യ്. അപ്പം ഞാൻ വിചാരിക്കേനു ഈ തള്ളേനെ കൊണ്ട് എന്തൊരു ഇടങ്ങാറാണ്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു എത്ര നല്ലതാ അത്. ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നല്ല മടിയേനു. ഇപ്പം പക്ഷെ ഞാൻ ഒരു മടിയില്ലാത്ത നല്ലൊരു മോളായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഗൈസ്. അപ്പോൾ അതൊരു 1K സബ്സ്ക്രൈബറാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്, 1K ആണ് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ഇടുക. അപ്പോൾ ബൈ.